ഒരു പ്രാന്തം പടം. പ്രാന്തം ലോജിക്കും ഇല്ല, ഒന്നുമില്ല. ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല, തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയാണ്. ചേട്ടൻ്റെ തിരിച്ചുവരവാണ് സൂപ്പർ സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ വന്ന് ഇറങ്ങി തിയേറ്റർ ഫുള്ള് ലാലേട്ടൻ കൊണ്ടുപോകും. തുടക്കം തൊട്ട് അവസാനം വരെ പൊളിച്ചെന്ന് പറഞ്ഞാൽ പോരാ, അടിച്ചു പൊളിച്ചു നമ്മൾ. കൊള്ളാമെന്നും പറയാൻ പറ്റില്ല, കൊള്ളൂലെന്നും പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ ഭ്രാന്താലയം പോലെ തിയേറ്ററിനകത്ത് കയറുമ്പോൾ ചില മിക്കവരും 2K കിഡ്സൊക്കെ ചിലപ്പോൾ നല്ലവർക്ക് എൻജോയ് ചെയ്യായിരിക്കും. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കൊള്ളാം പടം, ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റില്ല. ഒരു പ്രാന്തം പടം. പ്രാന്തം ഒരു ലോജിക്കും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആദ്യം എഴുതി കാണിക്കുക, നോ ലോജിക്ക് എഴുതി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. സിനിമ സീറോ ലോജിക്ക് തന്നെ പറയാം. കാരണം ഒരു വട്ടം മാറുന്ന സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ പടം നല്ല വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് തിയേറ്ററിനകത്ത് അത്രയും ഓളം ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ ഒരു കംബാക്ക് തന്നെ പറയാം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഇറ്റ്സ് നോട്ട് എവരി വൺ കപ്പാസിറ്റി. പക്ഷേ സിനിമ കൊള്ളാം. ആ ഒരു ലെവലാണ്. ദിലീപിൻ്റെ ഒരു അഴിഞ്ഞാട്ടം മോഹൻലാൽ വന്നതിന് ശേഷം പിന്നെ തിയേറ്ററിൽ അതൊരു പൂരപ്പറമ്പായിരുന്നു. പക്ഷേ ലോജിക്കില്ല, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ വിജയിക്കാനുള്ള ബ്ലോക്ക്ബസ്റ്റർ ആയിരിക്കും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിലീപും മോഹൻലാൽ കോംബോ ഫൈറ്റൊക്കെ രക്ഷയില്ല. ടെക്നിക്കൽ വൈസ് സീനാണ്. ഗോപി സുന്ദർ ബീജം കിടലുമാണ്. ഉറപ്പായിട്ട് അടിക്കും. ഉള്ള കാര്യം പറയാം. ഇവിടെ തിയേറ്ററിൽ തൊണ്ട പോയി എനിക്ക് ഉറപ്പായിട്ട് തിരിച്ചു വരാം. ലോജിക്കൊന്നും പോയി നോക്കല്ലേ, ഒള്ളി മാഡ്നസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടു ഒരു ദിലീപേട്ടന് കംബാക്ക് ആയിട്ട് പറയാൻ പറ്റും. ഒരു ലോജിക്ക് നോക്കണ്ട, നിങ്ങൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാം മൊത്തത്തിൽ അടിപൊളി. ഒരു ഷോ എന്നേ പറയാൻ പറ്റുള്ളൂ, ഒരു മൂവി എന്ന് പറയാൻ പറ്റില്ല. അത്രയുള്ളൂ. സിനിമ എന്നുള്ള ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സിനിമ കാണണം. കാരണം സിനിമയിൽ ഭൂരിഭാഗവും ഒരുപാട് മറ്റുള്ള ആർട്ടിസ്റ്റുകളും ഒരുപാട് ആളുകളും ചേരുന്നതാണ് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. അപ്പോൾ സിനിമ ഫുൾ വിജയമാണ്. ഫസ്റ്റ് ഒരു ചെറിയ ലാഗ് വരുമ്പോൾ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ല, തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയാണ്. ലാലേട്ടനും ദിലീപും കൂടെ ഉള്ള സീൻ വരുമ്പോൾ ഭയങ്കര കൈയടിയാണ്. അടിപൊളിയായിരുന്നു. ദിലീപിന്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും നമുക്കറിയില്ല. പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ കാണാൻ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമ ഒരു വലിയൊരു ബജറ്റിൽ നിർമ്മിക്കുമ്പോൾ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടെ നിൽക്കും. നമുക്ക് അവരെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് സിനിമ നമ്മൾ കാണും. അടിപൊളി മൂവിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ചേട്ടൻ്റെ തിരിച്ചുവരവാണ് സൂപ്പർ സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ സൂപ്പറാണ്. ലാലേട്ടനൊപ്പം തന്നെയാണ് ദിലീപേട്ടനും അടിപൊളിയാണ്. ചേട്ടൻ്റെ തിരിച്ചുവരവാണ്, ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഫുള്ളായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ഫാമിലിയോട്ട് കാണാൻ പോകുമ്പോൾ അടിപൊളി സിനിമയാണ്. എല്ലാവരും കണ്ണ് ചിമ്മാതെ അത്രയ്ക്കും കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ്. സൂപ്പർ സിനിമ. ഓവറോൾ എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട് ഓവറോൾ? ഒരു എന്താ പറയുക, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് വൈബ് ആക്ഷൻ പടം തന്നെയാണ്. പിന്നീട് ഒരുപാട് ക്യാമിയോസും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആക്ഷനെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ക്യാമിയോസ് ആയാലും പിന്നീട് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. പഴയ സിനിമകളുടെ ഒരുപാട് റെഫറൻസുകളൊക്കെ വെച്ച് നല്ല നമ്മൾ റൂമേഴ്സ് കേട്ടത് പലതും ഉള്ളതാണ്, ശരിയായിട്ടുള്ളതായിട്ട് തോന്നി. എൻജോയ് ചെയ്യാൻ പറ്റി. കുറേ കാലത്തിന് ശേഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. ഇത് യഥാർത്ഥത്തിൽ ഒരു തിയേറ്റർ വാച്ച് പടമാണ്. ചിലപ്പോൾ OTT വരുമ്പോൾ എത്രത്തോളം വരും എന്ന് അറിഞ്ഞു. പക്ഷേ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ പ്രതീക്ഷ പോലെ തന്നെ വളരെ മോശമൊന്നും പറയാനില്ല, നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നീട് അതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആയാലും ദിലീപിൻ്റെ ആയാലും രണ്ടുപേരുടെ കോംബോയിൽ പിന്നീട് ലാലേട്ടൻ്റെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ റെഫറൻസുകളും അതെല്ലാം കൂടെ വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് ആയിട്ട് പറയാൻ പറ്റുമോ ഈ സിനിമ? അപ്പോൾ വേണമെങ്കിൽ കംബാക്ക് ആയിട്ട് തന്നെ പറയാം. കാരണം ഇപ്പം പല കേസിൻ്റെ അതിന് ശേഷം ഒരു തിരിച്ച് വരവെന്നുള്ള രീതിയിൽ തന്നെ പടം നല്ലൊരു എൻ്റർടൈനിങ് ആണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. അറിയാലോ, ഒരു കേസിന്റെ പേരിൽ ഒരുപാട് ഹേറ്റ് ക്യാമ്പയിൻ പുറത്ത് നടക്കുന്നുണ്ട്. ആ ഒരു ബോയ്ക്കോട്ട് റെസ്പോൺസിനെ ബാധിക്കുമെന്ന് തോന്നുന്നു? ഇല്ല, തിയേറ്റർ നല്ല വൈബായിരുന്നു. അപ്പം ആ ഒരു കേസിന്റെ കാര്യത്തിൽ ഇവിടെ ആ ഒരു പ്രശ്നം, കേസ് വേറെ സിനിമ വേറെ എന്ന് ഇപ്പോഴത്തുള്ള ആൾക്കാർ അത് അങ്ങനെയാണ് മെയിനായിട്ട് നോക്കി കാണുന്നത്. അല്ലാതെ കേസ് ഇതിലേറ്റൊന്നും അവർ പെടുത്തുന്നില്ല. എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടു. ഈ തിയേറ്ററിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടത്. വേറെ അത്
ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരു ക്യാമിയോ റോൾ പോലെയാണ് അല്ലെ തോന്നിയത്. വിനീത് ശ്രീനിവാസൻ മുഴുനീളമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസന്റെ കോംബോ അതൊക്കെ തിയേറ്ററിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കോംബോ തന്നെയാണ് ഇവരുടെ. ഒരു ഫൺ മൂവിയാണ്, ആക്ഷനും ഉണ്ട്, ഫണ്ണും ഉണ്ട്, റെഫറൻസും ഉണ്ട്, എല്ലാം കൊണ്ട് നമുക്ക് എന്താ പറയാ ഒരുപാട് നല്ല 2.5 മണിക്കൂറപ്പം നമുക്കിരുന്ന് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു മൂവി? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ദിലീപേട്ടന്റെ ഒരു കംബാക്ക് ആയിട്ട് പറയാൻ പറ്റുമോ? ലാലേട്ടനും ദിലീപേട്ടൻ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഏട്ടൻ. പിന്നെ ദിലീപിന്റെ ഒരു സ്ഥിരം കാണൽ മാറി കുറച്ചൊരു അടിപൊളി പെർഫോമൻസ് വൈസ് ഒക്കെ ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ദേവൻ്റെ കഥാപാത്രം, റിയാസ് ഖാൻ്റെ കഥാപാത്രം, അങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പരിചിതമായ അവരുടെ പഴയ സിനിമ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ സിനിമയിലെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോപി സുന്ദറിനെ കൊണ്ടുവന്നത് ഒരു മികച്ച തീരുമാനമായിട്ട് തോന്നി, കാരണം BGM ഒക്കെ പൊളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫുൾ ഹൗസിൽ ഒരുപാട് നിറച്ച ഹൗസ്, ഒരു തിയേറ്റർ നല്ല ഫുൾ ഹൗസ് ആയിട്ടിരുന്ന വൈബിൽ കാണാം. നോ ലോജിക്, ഇതിലിനി അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, നോ ലോജിക്, ഒൺലി മാഡ്നസ്. അതിൽ ദിലീപ് മോഹൻലാൽ കോമ്പോ നല്ല രസമുണ്ട്. മോഹൻലാലിൻ്റെ ആ ഒരു പാട്ട്, ഒരു തമ്മിൽ ചേർന്നുള്ളൊരു പാട്ടൊക്കെ നല്ല രസമാണ്. ഒന്നും ആലോചിക്കാതെ 2.5 മണിക്കൂർ നമുക്ക് കണ്ടിറങ്ങാവുന്ന പടം. കോമഡി ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഇതിൽ സ്പൂഫ് കോമഡിയാണ്. നമ്മൾ ഈ സെൽഫ് ട്രോളും ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ തന്നെ പഴയ സിനിമ, ഇപ്പം സിനിമ റെഫറൻസ് നോക്കണമെങ്കിൽ ഗില്ലിയുണ്ട്, KGF ഉണ്ട്, ദിലീപിൻ്റെ തന്നെ റൺവേ ഉണ്ട്, മോഹൻലാലിന് പിന്നെ ഒരു ലോഡ് പടം റെഫറൻസ് ഉണ്ട്. മോഹൻലാലിന് ഈ കറുത്ത ഷർട്ടും മുണ്ടും കൊടുത്ത്, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവരുടെ തന്നെ പഴയ സിനിമകളുടെ റെഫറൻസ് വെച്ചിട്ട് കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ. ഇപ്പം വിനീത് ശ്രീനിവാസനും ധ്യാനും, അനിയനും ചേട്ടനും കൂടെ വിനീത് ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിൽ വന്ന് എൻ്റെ അച്ഛനെയും എന്നെയൊക്കെ മോശം പറയലടാ. അപ്പം അങ്ങനെ ഉൾപ്പെടെ നമുക്ക് ഭയങ്കരമായിട്ട് നോർമൽ ഓഡിയൻസിനെ കണക്റ്റ് ആവുന്ന പടമാണ്. പിന്നെ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ളവർക്ക് ഓരോ ഈ ദേവൻ്റെ ഡയലോഗൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല, അതൊക്കെ മനസ്സിലാവും. അങ്ങനെ നല്ല രസത്തിലുള്ള പടം, ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. വേറെ ഒന്നും ആലോചിക്കില്ല, ഒരു സ്ട്രെസ് റിലീഫ് പടമാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ നിലയിലേക്ക് വന്നൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രിൻസ് ഫാമിലി ഹിറ്റായിരുന്നെങ്കിൽ പോലും ഇങ്ങനൊരു എല്ലാവർക്കും ആവേശത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇപ്പോഴാണ് വന്നത്. അതുണ്ടാവുമല്ലോ. അത് ഇത് നടന്നതിൻ്റെ പേരെന്നറിയാമല്ലോ, അപ്പോൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അതങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പണിക്കും പോകാത്ത കുറേ വന്നിട്ട് റിവ്യൂ അറിയാൻ വേണ്ടി വരും. ഇതിനേക്കാളും കൂറ പടങ്ങൾക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ഇട്ടന്മാരുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഈ പടം ഗംഭീര പടമാണ്. ഫുൾ എന്തൊക്കെ ദിലീപേട്ടൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ദിലീപ് അങ്ങനെയാണോ പറയാം. പഴയ ദിലീപ് എന്നല്ല, പഴയ ദിലീപ് നമുക്ക് അറിയാം, ഇത് പുതിയ ദിലീപ്. അവർ മാറ്റങ്ങളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. പറയണ്ടല്ലോ, അത് രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് കൺഫ്യൂഷൻ ആയി. അതിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ആരെ അതിനകത്ത് സ്കോർ ചെയ്തെന്ന് പറയാൻ പറ്റൂല. രണ്ടുപേരും മലയാളത്തിൽ ഏറ്റവും സൂപ്പർ സ്റ്റാർസാണ്. അപ്പം പക്ഷേ പടം ഓവറോൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ അല്ല, തുടക്കം തൊട്ട് അവസാനം വരെ പൊളിച്ചെന്ന് പറഞ്ഞാൽ പോരാ, അടിച്ചു പൊളിച്ചു. നമ്മൾ സൂപ്പറായിരുന്നു. പക്ഷേ നമുക്ക് പടം കണ്ടതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ലേശം മോശമാണ്. കാരണം ചെറിയ സ്ക്രീനാണ്, നമ്മൾ TV ഇരുന്ന് കാണുന്ന ഫീലിംഗ്, സൗണ്ട് സിസ്റ്റം ഒന്നും ഇപ്പോൾ. പക്ഷേ ഇതിനകത്ത് ആ വലിയ തിയേറ്ററിലാണ് അത് പ്രതീക്ഷിച്ചാണ്. ഞാൻ ആ നമ്പർ നോക്കിയില്ലായിരുന്നു, അത് പ്രതീക്ഷിച്ചല്ല വന്ന് കയറിയിരുന്ന ഒരു മൈൻഡ് ഔട്ട് ആയെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും നമുക്ക് ഈ ലാലേട്ടനൊക്കെ വരുന്നത് വരെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ലാലേട്ടൻ വന്ന് പിന്നെ അങ്ങ് തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു. ആരുടെ കംബാക്ക് ഇല്ലല്ലോ, ആള് സിനിമ ഫീൽഡിൽ ഉണ്ടല്ലോ, പിന്നെ കംബാക്ക് അതൊന്നും ഇതിനകത്ത് പെടുന്നില്ല. സിനിമയുടെ കരീതിയിൽ നമ്മൾ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. അത് എൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. മമ്മൂട്ടിയുടെ പടം, മമ്മൂട്ടി വില്ലനായിട്ട് അഭിനയിച്ചു, നമ്മൾ ഹൃദയത്തിലേറ്റില്ലേ, അത് തന്നെയാണ്. ആ രീതിയിൽ കാണുമ്പോൾ വേറെ ഒന്നും പുറത്തുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് പേഴ്സണലായിട്ട് ആരെയും നമ്മളതിനകത്ത് പെടുത്തേണ്ട കാര്യമില്ല. സിനിമ രീതിയിൽ കാണുക, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാതെ ലാലേട്ടനാണ് മോഹൻലാൽ നോ, അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടുപേരും ചേട്ടൻ തന്നെയാണ് ഇരിക്കുക. രണ്ടുപേരും ഡാൻസ് സ്റ്റെപ്പിലേക്ക് നമ്മൾ ആ പടം ഉണ്ടല്ലോ, നമ്മൾ വിജയുടെ ഒരു പടത്തിനകത്ത് വന്നൊരു ആ പടത്തിനകത്ത് രണ്ടുപേരുടെ ഡാൻസ് കളിക്കുന്ന പ്രഭുദേവി ഡാൻസ്, സെയിം അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്തത്. അവരുടെ കോമ്പിനേഷൻ ഒക്കെ എന്താ സൂപ്പറാണ്. ഈ പടത്തിൽ എല്ലാവരും എടുത്തിരിക്കുന്ന എല്ലാം, ഇവൻ നമ്മളെ സലിമാർ ചേട്ടനുണ്ടല്ലോ വന്നിട്ട് ഒരു 2 രംഗത്തിനെ ഉള്ളെങ്കിലും ആ 2 രംഗം
പൊളിച്ചടുക്കി കളഞ്ഞ സോഡയൊക്കെ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതി തന്നെയാണ് സത്യം. തിയേറ്ററിൽ അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്തെന്ന് കണ്ടോ? തിയേറ്റർ എൻജോയ് ചെയ്ത ഒരൊറ്റ പ്രശ്നമേ പറഞ്ഞോളൂ, തിയേറ്ററിന്റെ സ്ക്രീനിന്റെ ഒരു പ്രശ്നം മാത്രം. പക്ഷേ തിയേറ്റർ വലിയ തിയേറ്ററിലായിരുന്നെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു വരാം. ഡാൻസ് ആദ്യവും അവസാനവും ഡാൻസ് കാണിക്കുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്.